ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ മഹാഗണപതയെ നമഃ. നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജൂലൈ മാസം 26 മുതൽ ഓഗസ്റ്റ് 1 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ എല്ലാ മേഷാദി രാശികളുടെയും സാമാന്യ ഫല നിരൂപണമാണ് നടത്തുന്നത്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിക്ക് പൂർവ്വ ആഴ്ചയിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വ്യാഴം കർക്കിടകത്തിലാണ്, സൂര്യനും കർക്കിടകത്തിൽ തന്നെയാണ്, ബുധന് മിഥുനമാണ്, വക്രഗതിയാണ്, ശുക്രൻ ചിങ്ങത്തിലും, കുജൻ ഇടവത്തിലും, ശനി മീനത്തിലും, രാഹു കുംഭത്തിലും, കേതു ചിങ്ങത്തിലുമാണ്. ആദ്യം നമുക്ക് മേടം രാശിയുടെ, അതായത് അശ്വതിയും ഭരണിയും കാർത്തിക കാലും ചേർന്ന മേടൻ രാശിയുടെ ഫലം നോക്കാം. 4ാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും ഉണ്ട്. അത് ജോലിയിലും കുടുംബത്തിലും ഒക്കെ കൂടുതൽ സ്ഥിരതയും അതുപോലെ തന്നെ ഉത്തരവാദിത്വവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. മേലുദ്യോഗസ്ഥരുടെ ഒരു വിശ്വാസ്യതയൊക്കെ പിടിച്ചു പറ്റാൻ സാധ്യത ഉള്ള കാലമാണ്. കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലി പൂർത്തിയാക്കാനും അതിൽ നിന്ന് ഒരു പ്രശംസ പിടിച്ചു പറ്റാനും ഒക്കെ സാധിക്കുന്നുണ്ട്. എന്നാൽ 3ാം ഭാവത്തിൽ ബുധൻ വക്രത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ചില റിട്ടേൺസ് കൊടുക്കുന്ന IT റിട്ടേൺസ്, അതുപോലെ പ്രധാനപ്പെട്ട രേഖകൾ ഉണ്ടാക്കുന്നതിലോ സർക്കാർ സംബന്ധമായിട്ടുള്ള രേഖകളിലോ ഒക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. അതുപോലെ ഇതുപോലെയുള്ള പദ്ധതികളും അതുപോലെ യാത്ര പോകുന്ന വിഷയങ്ങളിൽ രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകണം. എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ചില കാലതാമസങ്ങളുണ്ടാക്കും. അതുപോലെ തന്നെ രേഖാവ്യത്യാസങ്ങളെ കൊണ്ടുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളും അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പഴയ കസ്റ്റമേഴ്സുമായിട്ടും ഒക്കെയുള്ള ബന്ധം ദൃഢതരമാക്കാനുള്ള സമയമാണ്. അത് ഇപ്പോൾ ഉള്ള സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിട്ട് കാണാവുന്നതാണ്. ധന സംബന്ധമായിട്ട് ഗൃഹനിർമ്മാണം മുതലായിട്ടുള്ള കാര്യങ്ങൾ, നവീകരണം, അതുപോലെ ഓഫീസ് സംബന്ധമായിട്ടോ ഒക്കെയുള്ള സ്ഥാവര പ്രവർത്തനങ്ങൾ, അതിന് കൂടുതൽ ചിലവ് ചെയ്യും. അത് ഭാവിക്ക് അനുകൂലമായിട്ട് ഉള്ളത് തന്നെയാണ്. ചിലവുകളൊക്കെ അത് ഭാവിയിലേക്ക് കൂടുതൽ ഗുണം ചെയ്യും. പാരമ്പര്യ സ്വത്തുമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും. എന്നാൽ വായ്പകൾ എടുക്കുകയോ കൊടുക്കുകയോ രണ്ടും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അതിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് പൊതുവേ കുറച്ച് സമ്മർദ്ദമൊക്കെ കുറയും, സമാധാനം സന്തോഷമൊക്കെ തോന്നും. എങ്കിലും കഴുത്ത് സംബന്ധിച്ച്, അതുപോലെ തോളുകൾ, പുറം മുതലായിട്ടുള്ള സംബന്ധിച്ച് ചില രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുള്ളവർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും, സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും. മാതാപിതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹം ലഭിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാവരും ചേർന്ന് ഒരുമിച്ചുള്ള തീരുമാനങ്ങളും ഒക്കെ എടുക്കാൻ സാധിക്കും. ഒരു പരിഹാരമായിട്ട് ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ ഹനുമാൻ ചാലീസ ജപിക്കുകയോ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ പൂജാമന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. ചുവന്ന പരിപ്പ് ദാനം കൊടുക്കുന്നതും നല്ല ഫലം ചെയ്യുന്നതാണ്. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാല് അവസാനത്തെ 3 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. 3ാം ഭാവത്തിലാണ് ചൊവ്വ വരുന്നത്. അത് പ്രവർത്തനിക്കാനുള്ള പ്രവർത്തനക്ഷമതയൊക്കെ വളരെ കൂട്ടും. കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാധിക്കും. എന്നാൽ സഹപ്രവർത്തകരുമായിട്ടുള്ള ചില ബന്ധങ്ങൾ കുറച്ച് ശിഥിലമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പരിഗണിച്ച് വേണം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ. അതുപോലെ ബുധൻ വക്രത്തിലാണ്. അത് ചില രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ, അതുപോലെ കണക്കുകൾ, നികുതി, ബാങ്ക് ഇടപാടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണം എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ അക്കൗണ്ടിങ്, അതുപോലെ വ്യാപാര രംഗം, IT മേഖല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ളവർക്കൊക്കെ കൂടുതൽ അംഗീകാരം കിട്ടാനുള്ള സാഹചര്യവും ഉണ്ട്. ധനപരമായിട്ട് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ധനം ചിലവ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയോ ഒന്നും ഇവർക്ക് ഉണ്ടാകുന്നില്ല. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ആലോചിക്കാവുന്ന കാലവുമാണ്. ആരോഗ്യപരമായിട്ട് തൊണ്ട, കഴുത്ത്,
ഇങ്ങനെയുള്ള ശബ്ദം മുതലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചെറിയ ചെറിയ യാത്രകൾ ഈ കാലത്ത് കുറച്ച് കൂടുതലാവും. അതുകൊണ്ട് അത് കൊണ്ട് ഉണ്ടാവുന്ന ക്ഷീണം അകറ്റുന്ന തരത്തിലുള്ള ഉറക്കം, അതുപോലെ വിശ്രമം, ഇതൊക്കെ ആവശ്യമായിട്ട് വരും. കുടുംബത്തിൽ സഹകരണം പൊതുവേ വർദ്ധിക്കും. സഹോദരന്മാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ മുൻപുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ തീരാനുള്ള സാധ്യതയുണ്ട്. മക്കളുടെ പഠനത്തിൽ പുരോഗതി കാണാം. അവരിൽ നിന്ന് ചില നല്ല വാർത്തകളുണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് മഹാലക്ഷ്മിയെ ഭജിക്കുക, മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പശുവിന് തീറ്റ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, പച്ചപ്പുല്ല് കൊടുക്കുക, അതുപോലെ വെളുത്ത വസ്ത്രം ദാനമായിട്ട് കൊടുക്കുന്നതും ശുഭകരമാണ്. ഇനിയുള്ളത് മിഥുനക്കൂറാണ്. മിഥുനത്തിന് മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർതത്തിൻ്റെ 3/4 ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂറ്. ലഗ്നത്തിലാണ് വക്രബുധൻ. ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം. എന്നാൽ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ അത്ര അനുകൂലമല്ല. അതേസമയത്ത് പഴയ പദ്ധതികൾ വേണ്ട വിധത്തിൽ ആക്കാൻ ഉള്ള ശ്രമങ്ങളും ഒക്കെയാണ് ഇവിടെ ഇപ്പോൾ ആശാസ്യമായിട്ട് കാണുന്നത്. സംസാരശേഷി ആവശ്യമായിട്ടുള്ള ചില തൊഴിലുകളും ഒക്കെ IT അല്ലെങ്കിൽ മീഡിയ, അതുപോലെ അധ്യാപന വൃത്തി മുതലായിട്ടുള്ള എഴുത്ത്, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, കോടതി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ളവർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ഇൻ്റർവ്യൂകളിൽ നിന്ന്, അതുപോലെ പണ്ട് നൽകിയിരുന്ന അപേക്ഷകൾ, ജോലിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വേണ്ട അപേക്ഷകളിൽ നിന്നും ഒക്കെയുള്ള അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് വരുമാന വർധനവ് തന്നെയാണ് ഉണ്ടാകുന്നത്. ചില പഴയ കുടിശ്ശികകളൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ, അങ്ങനെയുള്ള ഓൺലൈൻ ബിസിനസ്സുകളിൽ കൂടെയുള്ള ക്രയവിക്രയം, ഇതൊക്കെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. അത് കൊണ്ട് ചില അപകടങ്ങൾ പറ്റിയേക്കാം എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നാൽ സമ്പാദ്യങ്ങൾ, ശ്രദ്ധയോടുകൂടിയുള്ള സമ്പാദ്യങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ആരോഗ്യപരമായിട്ട് ഈ അലർജി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും വരാവുന്നതാണ്. അതുള്ളവർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. കൂടുതൽ സമയം ധ്യാനത്തിനും അതുപോലെ ചെറിയ വ്യായാമങ്ങൾക്കും ഒക്കെ പ്രാണായാമാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സംസാരത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാലമാണ്. സൗമ്യതയോടുകൂടിയുള്ള സംസാരം, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ഇങ്ങനെയുള്ള ഇവരോടൊക്കെയുള്ള സംസാരത്തിൽ കുറച്ച് ശ്രദ്ധ വേണ്ടതാണ്. അതുപോലെ തന്നെ കാരണവന്മാരുടെയൊക്കെ ഉപദേശം കേൾക്കാനും ഒക്കെ പിന്നീട് അത് നന്മയ്ക്കായിട്ട് ഉപകരിക്കും എന്നുള്ളതാണ്. പരിഹാരമായിട്ട് വിഷ്ണു ഭജനം നടത്തുന്നത് നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇതൊക്കെയും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പഠനോപകരണങ്ങളോ വിശേഷിച്ച പുസ്തകങ്ങളും ഒക്കെ ദാനം ചെയ്യുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം നല്ലതാണ്. അതുപോലെ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും അതുപോലെയുള്ളവ ദാനം ചെയ്യുന്നതും ഒക്കെ അനുകൂല ഫലം, ശുഭഫലങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർതത്തിൻ്റെ അവസാനത്തെ 1 പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകത്തിൽ വ്യാഴവും സൂര്യനും നിൽക്കുന്നുണ്ട്. അവരവരുടെ വ്യക്തിത്വത്തിന് കൂടുതൽ ഒരു തിളക്കമുണ്ടാവും. അത് നേതൃശേഷിയും ഒക്കെ വർദ്ധിക്കും. സ്ഥാനക്കയറ്റമുണ്ടാവും. മേലുദ്യോഗസ്ഥന്മാരുടെയൊക്കെ പ്രശംസ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട ചില പ്രൊജക്റ്റുകൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഉത്തരവാദിത്വത്തിൽ വരികയോ അത് ഏൽപ്പിക്കുകയും ഒക്കെ ഉണ്ടാകാം. 12 വക്രബുധനാണ്. അത് ചില വിദേശ ബന്ധങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ ഗവേഷണം, ചില ആത്മീയ പ്രവർത്തനങ്ങൾ, ഇവയ്ക്കൊക്കെ ചില പുരോഗതിയൊക്കെ ഉണ്ടാക്കും. എന്നാൽ ചില രഹസ്യ രേഖകളോ അല്ലെന്നുണ്ടെങ്കിൽ ഔദ്യോഗിക വിവരങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് ജാഗ്രത പാലിക്കേണ്ടതാണ്. അത് ലീക്കൗട്ട് ചെയ്ത് ചില ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാകാൻ സാധ്യത കാണുന്ന സമയമാണ്. ധനപരമായിട്ട് ധനസ്ഥിതി ശക്തമാകും. സ്വത്ത്, വീട്, വാഹനം മുതലായിട്ടുള്ളവയായിട്ടുള്ള ബന്ധങ്ങൾപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായിട്ട് പോകും. അവയ്ക്ക് വേണ്ടതായിട്ട് തീരുമാനങ്ങളെടുക്കും. അതിനുവേണ്ടി ധനം വിനിയോഗം ചെയ്യും. അത് ഭാവിയിലേക്ക് നേട്ടം ഉണ്ടാക്കുന്നവയെ തന്നെയാണ്. ഒരു വികാരത്തിന് അടിമപ്പെട്ട് ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാവുന്നതാണ്. കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലവ് ചെയ്യുകയൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കണം. ആരോഗ്യം പൊതുവെ മികച്ചത് തന്നെയാണ്. മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും തന്നെ വരാൻ ഇടയില്ല. ആത്മവിശ്വാസവും ശരീരശക്തിയും ഒരുപോലെ വർദ്ധിക്കും എന്നാണ് കാണുന്നത്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും. ഗൃഹപ്രവേശം,
അല്ലാന്നുണ്ടെങ്കിൽ നവീകരണം നടത്തുക, സന്താനങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിവാഹം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉള്ള ചർച്ചകൾ ഉണ്ടാകും. മാതാപിതാക്കളുടെയും മറ്റുമൊക്കെ കുടുംബത്തിലുള്ള കാരണവന്മാരുടെയും മറ്റുമൊക്കെ അനുഗ്രഹത്തോടെയും പിന്തുണയോടെയും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു പരിഹാരമായിട്ട് വ്യാഴഗ്രഹത്തിന് ശാന്തി കർമ്മങ്ങൾ നടത്തുക, വിഷ്ണു പൂജ നടത്തുക, വിഷ്ണു ക്ഷേത്രത്തിൽ വെളുത്ത പൂക്കളെ കൊണ്ടും ഒക്കെയുള്ള മാല, പൂവ് ഇവയൊക്കെ സമർപ്പിക്കുക, സുഗന്ധദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതും ഒക്കെ നല്ലതാണ്. അതുപോലെ അന്നദാനം നടത്തുന്നതും വിദ്യാദാനം നടത്തുന്നതും നല്ലതാണ്. ഇതൊക്കെയും ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യാൻ നല്ലതാണ്. ഇനി ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൽ കാല്, ഉത്രത്തിൻ്റെ ആദ്യപാദം ഇവ ചേർന്നതാണ് ചിങ്ങക്കൂറ്. ലഗ്നത്തിൽ ശുക്രനാണ്. അതിന് കൂടുതൽ വശ്യവും അഥവാ ആകർഷണവുമൊക്കെ ഈ വ്യക്തികൾക്ക് ഉണ്ടാകും. ജനപ്രീതി എല്ലാം കൂടും. അതുപോലെ സംസാര ശൈലിയിലും ഒക്കെ പെരുമാറ്റത്തിലുമൊക്കെ മേലുദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ടവരുമൊക്കെ കൂടുതൽ ആകൃഷ്ടരാവുകയും അവരുടെ സഹപ്രവർത്തകരുടെയൊക്കെ വിശ്വാസം നേടാൻ സാധിക്കുകയും ചെയ്യും. മാധ്യമ രംഗത്ത് അതുപോലെ പൊതു രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർ, വിദ്യാഭ്യാസം മേഖലയിലുള്ളവർ, ഇവർക്കൊക്കെയും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ്. കേതു ലഗ്നത്തിലുണ്ട് എന്നുള്ളത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് അവനവൻ ചെയ്ത കാര്യങ്ങളിൽ പൂർണ്ണ തൃപ്തി ഒരിക്കലും ഉണ്ടാവില്ല. അത് ചെറിയ ചെറിയ സംഘർഷങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ ആത്യന്തിക ഫലം അനുകൂലം തന്നെയായിരിക്കും. ലാഭസ്ഥാനത്ത്, അതായത് 11ാം ഭാവത്തിൽ ബുധൻ, അത് വക്രബുധനാണ്. അതുകൊണ്ട് ചില ബന്ധങ്ങളും പഴയ ബിസിനസ് സൗഹൃദങ്ങളും ഒക്കെ കൂടുതൽ സജീവമാകാൻ തുടങ്ങിയ ചില പ്രൊജക്റ്റുകളും മറ്റുമൊക്കെ പുനരാരംഭിക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനപരമായിട്ട് വരുമാനത്തിൽ ഒരു സ്ഥിരത ഉണ്ടാവും. എന്നാൽ അനാവശ്യ ചിലവുകൾ അല്ലെങ്കിൽ ആഡംബര ചിലവുകളൊക്കെ കുറച്ച് കൂടുതലായിട്ട്, ആഭരണം മുതലായിട്ടുള്ള വാഹനം മോടി പിടിക്കുക, വീട് മോടി പിടിപ്പിക്കുക, മറ്റുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകൾ, ഇതൊക്കെ കൂടുതൽ ആവാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ നോക്കി മാത്രം ചെയ്യുക. സ്വയം പഠനം നടത്തിയാൽ മാത്രം പോരാ, മറ്റുള്ളവരുടെ ഉപദേശം കൂടെ കേൾക്കണം. എന്തെന്നാൽ ചില തെറ്റുകൾ, ചില എറേഴ്സ് വരാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് രക്തസമ്മർദ്ദമുണ്ടാവുക, കണ്ണ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ, ചൂട് കൂടുതലാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനിടയുണ്ട്. ആവശ്യമായിട്ടുള്ള നിർജ്ജലീകരണം കൊണ്ട്, അതായത് ജലം ഇല്ലാത്ത ഒരവസ്ഥ, അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ കൂടുതലൊരു പ്രാധാന്യം കൈവരുന്നതായിട്ടും ഒക്കെ കാണാം. കുടുംബത്തിലുള്ളവർ നിങ്ങളെ കൂടുതലായിട്ട് അംഗീകരിക്കും. അതുപോലെ മക്കളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ചില സന്തോഷ വർത്തമാനങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പരിഹാരം ശ്രീ ഗണേശനെ, മഹാഗണപതിയെ ഭജിക്കുകയാണ്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഗണപതി ഹോമം നടത്തുക. ഇതോടൊപ്പം തന്നെ മഹാലക്ഷ്മിയെയും ഭജിക്കുന്നതും ഒക്കെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്കും ഒക്കെ ദാനം കൊടുക്കുക, പഠനോപകരണങ്ങളോ വസ്ത്രാദികളോ ഒക്കെ ദാനം നടത്തുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇനി വരേണ്ടത് കന്നിക്കൂറാണ്. ഉത്തരത്തിൻ്റെ മുക്കാൽ, അവസാനത്തെ 3 പാദങ്ങളും അത്തവും ചിത്തിര അരയും, ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങളും ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിക്കൂറിന് 11ലാണ് വ്യാഴം. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളുടെ സഫലീകരണവും ഉണ്ടാകാനുള്ള സാധ്യത ആണ് ഉള്ളത്. 10ാം ഭാവത്തിലാണ് വക്രത്തിലുള്ള ബുധൻ. പഴയ ചില ജോലികളൊക്കെ വീണ്ടും തിരിച്ചു വരും. അതിനെ വീണ്ടും വിലയിരുത്തേണ്ടതായിട്ട് വരും. അത് വളരെ കൃത്യതയോടുകൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് വരും. അല്ല എന്നുണ്ടെങ്കിൽ ചില മാറ്റങ്ങളോ ഒക്കെ ജോലിയിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർ, ബാങ്കിങ്, അക്കൗണ്ടിങ്, IT മുതലായിട്ടുള്ള മേഖലയിലൊക്കെ, ഗവേഷണം മുതലായിട്ടുള്ള മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച പൊതുവെ നേട്ടമാണ്. കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് ബിസിനസ് സംരംഭങ്ങളെ കാണാൻ ആ മേഖലയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ധനത്തിന് വരുമാന വർധനവ് കാണാവുന്നതാണ്. കുടിശ്ശിക മുൻപുണ്ടായിരുന്ന ചില കുടിശ്ശികകളൊക്കെ തിരികെ ലഭിക്കാനും, അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസം, വീടിൻ്റെ ആവശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് ധനം ചെലവ് ചെയ്യേണ്ടതായിട്ടും വരും. എന്നാലും സാമ്പത്തിക സ്ഥിതി പൊതുവെ സുരക്ഷിതമായിരിക്കും. ആരോഗ്യപരമായിട്ട് ദഹന പ്രക്രിയയിൽ ചില ബുദ്ധിമുട്ടുകൾ, അതായത് ദഹനക്കേട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാവുന്നതാണ്. വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റ് രോഗങ്ങളിലേക്ക് വ്യാപിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ വളരെ സന്തോഷവും സമാധാനവും നിലനിൽക്കും. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലുമൊക്കെ ഊഷ്മളത ഉണ്ടാകും. ചില ശുഭകാര്യങ്ങൾ കുടുംബത്തോടൊപ്പം പങ്കെടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
ഇവർക്ക് ഒരു പരിഹാരമായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, തുളസിമാല സമർപ്പിക്കുക, അതുപോലെ പശുവിന് പച്ചപ്പുല്ല് തീറ്റയായി കൊടുക്കുക. ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ, ദോഷങ്ങൾ നീങ്ങാനും ഒക്കെ നല്ലതാണ്. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിര അരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും ചേർന്നതാണ് തുലാക്കൂറ്. 10ാം ഭാവത്തിൽ വ്യാഴനും സൂര്യനും ഒന്നിച്ചാണ്. അത് തൊഴിൽ രംഗത്തും മറ്റുമൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാക്കും. 9ാം ഭാവത്തിലെ വക്രബുധൻ കാരണം ചില വിദേശയാത്രയും ഉയർന്ന പഠനത്തിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇതര ദേശങ്ങളിലേക്കുള്ള ഗമനം, അതുപോലെ നിയമകാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് ചില കാലതാമസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്കും മറ്റും വലിയ കമ്പനികളുമായിട്ടൊക്കെയുള്ള പുതിയ കരാറുകൾ ഉണ്ടാക്കാനും ഈ കാലം അനുകൂലമാണ്. ധനം, വരുമാനം വർദ്ധിക്കും. സ്ഥാനക്കയറ്റമോ അതുപോലെ അധിക ചുമതലകളോ കൊണ്ട് ഉള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, രേഖകൾ വിശേഷേണ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യത്തിൽ കഴുത്ത്, തോളല് മുതലായിട്ടുള്ള വയക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യായാമം, അതുപോലെ ശാരീരികമായിട്ടുള്ള പരിചരണം, വേണ്ടത്ര സമയത്ത് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കും. കുടുംബത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെ നിലനിൽക്കും. ജീവിത പങ്കാളിയുമായിട്ടുള്ള സംഭാഷണത്തിലും ഒക്കെ ഭാവിയിലേക്കുള്ള ചില ചർച്ചകളൊക്കെ കടന്നു വരും. ഇത് ആരോഗ്യപരമായിട്ട് മാതാപിതാക്കളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. പരിഹാരമായിട്ട് മഹാലക്ഷ്മി സമേതനായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാട് കഴിക്കുന്നതും ഒക്കെ നല്ല ഫലങ്ങൾ നൽകുന്നതാണ്. മഹാലക്ഷ്മി സ്തവം ജപിക്കുക മുതലായിട്ടുള്ളതും ശ്രീസൂക്ത ജപവും മറ്റും നടത്തുന്നതും അനുകൂലമായിട്ടുള്ള ഫലം കിട്ടുന്നതാണ്. ഇനി വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. 9ാം ഭാവത്തിലാണ്. ഇവരുടെ ഭാഗ്യത്തിന് വർധനവുണ്ടാക്കും. ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, അതുപോലെ വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പഠനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. 10ൽ ശുക്രനാണ്. അത് കൂടുതൽ അംഗീകാരങ്ങളും ഒക്കെ ഉണ്ടാക്കാനും നല്ലതാണ്. മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ള ശ്രദ്ധയും അവരുടെ അഭിനന്ദനവും ഒക്കെ ഉണ്ടാവുകയും കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുകയും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ചില ഇൻഷുറൻസ്, നികുതി, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ബാങ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ വേണം. അത് ചില രേഖാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അറിയാതെ ഉണ്ടാകാൻ, അശ്രദ്ധ കൊണ്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പങ്കാളിത്ത ബിസിനസ്സിലും പാർട്ട്ണർഷിപ്പ് മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പരസ്പര വിശ്വാസം ആശയവിനിമയവും വളരെ കൃത്യമായിട്ട് നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ദഹന പ്രക്രിയയിൽ ചില അസ്വസ്ഥതകളൊക്കെ കാണാം. അത് ഭക്ഷണക്രമം, അതുപോലെ ഉറക്കം മുതലായിട്ടുള്ളവയിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. കുടുംബത്തിൽ മുതിർന്നവരുടെ അനുഗ്രഹം, ഈ ഗുരു കാരണവർമാർ എന്ന് പറയുന്ന അവരുടെ അനുഗ്രഹം ഉണ്ടാവും, അവരുടെ പിന്തുണയുണ്ടാവും. മക്കളുടെ പഠനത്തിലും ഒക്കെ മത്സര പരീക്ഷകളിലും ഒക്കെ ചില പുരോഗതികളൊക്കെ കാണാം. അതുകൊണ്ടുണ്ടാവും. അതുപോലെ തീർത്ഥയാത്ര നടത്തുക, ആത്മീയമായിട്ടുള്ള ചടങ്ങുകളിലൊക്കെ ആസൂത്രണം ചെയ്യുക, അങ്ങനെയുള്ളവ ഗൃഹത്തിൽ വെച്ചോ ഒക്കെ നടത്തുക, പുറത്ത് അങ്ങനെയുള്ളവ നടക്കുന്നത് സംബന്ധിക്കുക, ഇതൊക്കെയും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ശിവക്ഷേത്ര ദർശനം തന്നെയാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം, അതുപോലെ അവിടെ ധാര മുതലായിട്ടുള്ള പിൻവിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. ഇതിലൊക്കെ പുറമെ സ്വന്തമായിട്ട് ശിവപഞ്ചാക്ഷര ജപം ദിവസേന നടത്തുന്നതും നല്ല ഫലങ്ങൾ നൽകുന്നതാണ്. ഇനിയുള്ളത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്, ഇതാണ് ധനു കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. അഷ്ടമത്തിലാണ് ഇവർക്ക് വ്യാഴവും സൂര്യനും. അത് ചില മാറ്റങ്ങൾ അവരുടെ പ്രവർത്തനത്തിലും ഒക്കെയുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാക്കുക, ചില പുതിയ അടിത്തറകൾ ഇടുക, ഇതൊക്കെ ഉണ്ടാകും. പുതിയ ചില തൊഴിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ അതുപോലെ അങ്ങനെയുള്ള ചുമതലകൾ, പുതിയ വകുപ്പുകൾ മാറ്റം കൊണ്ട് ഉണ്ടാകുന്ന വകുപ്പ് മാറ്റം, അതുപോലെ പുതിയ ചുമതലകൾ, ഇതൊക്കെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില ദീർഘകാല പദ്ധതികളിൽ പങ്കാളിത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് എന്തായാലും അതിൻ്റെ ഗുണം വ്യക്തമാകുന്നത് കാലങ്ങളെ കൊണ്ടായിരിക്കാം. 7 ബുധനാണ്. അത് വക്രത്തിലാണ്. പങ്കാളിത്ത ബിസിനസ്സിലും ഒക്കെ പുതിയ കരാറുകളിൽ ഏർപ്പെടുക, രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇതിലൊക്കെ കുറച്ച് കൂടുതലായിട്ട്
ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ പഠിക്കാതെ അറിയാതെ ഒപ്പിടുക മുതലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുണ്ടായേക്കാവുന്ന ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗവേഷണം, ബാങ്കിങ് മുതലായിട്ടുള്ള അതുപോലെ ഇൻഷുറൻസ്, നിയമപരിപാലനം ഇങ്ങനെയുള്ളവർക്കും അക്കൗണ്ടിങ് ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ മെഡിക്കൽ മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാവേണ്ട കാലമാണ്. ധനപരമായിട്ട് ചില സാമ്പത്തിക ബാധ്യതകൾ പുനഃക്രമീകരിക്കാനോ അത് കുറയ്ക്കാനോ ഉള്ള ചില ശ്രമങ്ങൾ ഉണ്ടാകും. അതിന് അനുയോജ്യമായ ആഴ്ചയാണത്. ആ ആലോചനയും ഒക്കെ ഫലത്തിൽ വരാൻ അനുകൂലമായിട്ടുള്ള കാലമാണ്. ഇതിൻ്റെ പുനഃക്രമീകരണവും അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള പാരമ്പര്യ സ്വത്തോ അല്ലെങ്കിൽ പൂർവികമായിട്ട് ഉണ്ടായിരുന്ന ചില ഇൻവെസ്റ്റ്മെൻറ്റുകളോ ഒക്കെ തിരിച്ചു കിട്ടാനും ഒക്കെ ഈ കാലം അനുകൂലമാണ്. വലിയ റിസ്ക്കുള്ള കച്ചവടങ്ങളിലും മറ്റുമൊക്കെ പ്രവേശിക്കാതിരിക്കുകയായിരിക്കും ഇവർക്ക് നല്ലത്. ആരോഗ്യപരമായിട്ട് ദഹന സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതുപോലെ വയറിൻ്റെ അസ്വസ്ഥത, ഉറക്കക്കുറവ് എന്നിവ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ തക്കവണ്ണമുള്ള ജപധ്യാന യോഗാദികളൊക്കെ ചെയ്യുന്നത് അനുകൂലമായിട്ടുള്ള ഗുണം ഉണ്ടാക്കും. കുടുംബത്തിൽ തുറന്ന സംഭാഷണം പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ട് നടത്തേണ്ടതാണ്. അല്ലെങ്കിൽ ചില അപഭ്രംശങ്ങൾ കുടുംബത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. മുതിർന്നവരുടെ, അതായത് മാതാപിതാക്കന്മാരുടെയൊക്കെ ആരോഗ്യപരമായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. പാരമ്പര്യ സ്വത്തിൻ്റെ സംബന്ധിച്ചുള്ള ചില ചർച്ചകളുണ്ടാവുക, അത് മിക്കവാറും നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരാനാണ് സാധ്യത. ഇവർക്ക് പരിഹാരമായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുക, വസ്ത്രദാനാദികൾ നടത്തുക, വ്യാഴത്തിൻ്റെ ഗ്രഹശാന്തി ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. 7ാം ഭാവത്തിൽ വ്യാഴമാണ്. അത് ലഗ്നകേന്ദ്രത്തിലാകയാൽ പലതരത്തിലുള്ള നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാകും. സഹപ്രവർത്തകന്മാരുമായിട്ടും അവരിൽ നിന്നും ഒക്കെയുള്ള വിശ്വാസം ആർജിക്കാനും പുതിയ കരാറുകളോ ഒക്കെ ഉണ്ടാകാനും ഒക്കെ അനുകൂല സമയമാണ്. 6ാം ഭാവത്തിൽ ആണ് ബുധൻ. അത് ചില മുൻപ് ചെയ്തിരുന്ന ചില ജോലികളെ കൊണ്ടോ കരാറുകളെ കൊണ്ടോ ഒക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ തിരുത്താനും അത് പുനഃക്രമീകരിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഇത് അവ വേണ്ടത്ര ഭംഗിയായിട്ട് പൂർത്തീകരിക്കുകയാണെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ഹയറപ്സിൻ്റെയൊക്കെ അംഗീകാരം ലഭിക്കും എന്നും കാണാവുന്നതാണ്. അതുപോലെ മത്സര പരീക്ഷകൾക്കോ ഇൻ്റർവ്യൂകൾക്കോ ഒക്കെ തയ്യാറാവുന്നവർക്ക് ഇത് ഈ കാലം അനുകൂലമാണ്. ബിസിനസ്സിൽ അവരുടെ ജോലിക്കാരുമായിട്ടും അക്കൗണ്ടിങ് മുതലായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരിലും ഒക്കെ കൂടുതൽ ശ്രദ്ധ വേണം. അവിടെ ചില മിസ്യൂസ് വരാൻ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് വരുമാന സ്ഥിരത ഉണ്ടാകും. കുടിശ്ശികകളൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ചില ബാധ്യതകൾ വാക്കാലോ അല്ലാതെ രേഖാപരമായിട്ടോ ഏറ്റെടുക്കുന്നത് ശരിയല്ല. അവർക്ക് അത് അനുകൂലമല്ലാതെ കിട്ടാതെ വരും എന്നുള്ളതാണ് ഇവിടെ കണ്ടുവരുന്നത്. ആരോഗ്യ സംബന്ധമായിട്ട് സന്ധി ബന്ധങ്ങളിലുണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലഘുവായിട്ടുള്ള പ്രാണായാമാദികളും വ്യായാമവും കൊണ്ട് വേണം അത് കുറച്ച് കൊണ്ടുവരാൻ. കുടുംബപരമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും ഒക്കെ കൂടുതൽ വർദ്ധിക്കുന്നതായിട്ട് കാണാം. വിവാഹം മുതലായിട്ടുള്ള ഗൃഹപ്രവേശം മുതലായിട്ടുള്ള ശുഭകർമ്മങ്ങൾക്ക് ആലോചനയുണ്ടാവും. അത് നടപ്പിലാക്കാനും സാധിക്കുന്ന കാലമാണ്. ഇവർക്ക് പരിഹാരമായിട്ട് ശനീശ്വരൻ്റെ ക്ഷേത്രത്തിൽ അഥവാ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ശനീശ്വരന് വിശേഷാൽ പ്രാർത്ഥന നടത്തുകയോ വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ നല്ലതാണ്. ഏതൊരു ഗ്രഹത്തിനു വേണ്ടി പൂജ ചെയ്യുമ്പോഴും സൂര്യനും അതിനോടൊപ്പം ചേർന്ന് തന്നെ ചെയ്യേണ്ടതാണ്. അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഇവർക്ക് നല്ല ഫലം കിട്ടും. ഇനി കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ അരയും അവസാനത്തെ 2 പാദവും ചതയവും പൂരോരുട്ടാതി 1ഉം 2ഉം 3ഉം പാദങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറ്. ഇവരുടെ ലഗ്നത്തിൽ രാഹുവാണ്. പല വിധ വിഷയങ്ങൾ ചിന്തിച്ച് പല പദ്ധതികൾ ആലോചിക്കാനും ഒക്കെയുള്ള പ്രേരണ ഇവർക്ക് ഉണ്ടാകും. 6ാം ഭാവത്തിലാണ് സൂര്യനും വ്യാഴവും 6ാം ഭാവത്തിലാണ്. അത് വിജയം ഒക്കെ മത്സര പരീക്ഷകളിലും ഒക്കെയുള്ള വിജയം നേടാൻ, അതുപോലെ തന്നെ ശത്രുക്കളെ ഇല്ലാതെയാക്കാൻ, നമ്മളോട് എതിർത്ത് നിൽക്കുന്ന ശത്രുക്കളെ പ്രവർത്തനങ്ങളെ മറികടക്കാനും ഒക്കെ അനുകൂലമാണ്. 5ാം ഭാവത്തിലെ വക്ര ബുധനാണ്.
പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് പഴയ ചില അനുഭവങ്ങൾ പ്രത്യേകമായിട്ട് വിലയിരുത്തുക. എന്നിട്ട് ശരിയായിട്ടുള്ള സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. വിദ്യാർത്ഥികൾക്കും അതുപോലെ ഗവേഷകന്മാർക്കും പഴയ പഠന വിഷയങ്ങൾ ആവർത്തിച്ച് പരിശോധിക്കുന്നത് കൊണ്ടുള്ള ചില വിശേഷാൽ മെച്ചങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതാണ്. അടുത്തത് ധനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. വരുമാനം കുറച്ച് പൊതുവെ മെച്ചപ്പെടും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ഒക്കെ ലാഭവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ വായ്പകൾ എടുക്കരുത്. അങ്ങനെ വായ്പകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വരുംവരാഴികൾ വേണ്ട വിധത്തിൽ ചിന്തിച്ച് കുടുംബത്തിലും ഒക്കെ അറിയിച്ച് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ആരോഗ്യം പൊതുവെ തൃപ്തികരം തന്നെയാണ്. ചില കുറച്ച് മാനസിക സമ്മർദ്ദങ്ങളോ ഒക്കെ ഉണ്ടാകാനും ഒക്കെ മാത്രമേ സാധ്യത കാണുന്നുള്ളൂ. കുടുംബപരമായിട്ട് മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്തകളൊക്കെ ചിലപ്പോൾ കേട്ടെന്നിരിക്കാം. കുടുംബത്തിൽപ്പെട്ട കുടുംബത്തിലെ ചെറിയ അഭിപ്രായ ഭിന്നതകളും ഒക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഇവർക്ക് പരിഹാരമായിട്ട് ദുർഗാദേവിയെ ഭജിക്കുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ പോവുക, അവിടെ പുഷ്പാഞ്ജലികളും പായസം മുതലായിട്ടുള്ള വഴിപാടുകളും ചെയ്യുന്നതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ പക്ഷികൾക്ക് ധാന്യം വിതറി കൊടുക്കുക. ചൊവ്വാഴ്ച ദിവസം ചുവന്ന പരിപ്പ് പാത്രത്തിലാക്കി അത് ദാനം ചെയ്യുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്. അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. ലഗ്നത്തിൽ ശനിയാണ്. അത് നമ്മുടെ ക്ഷമാശീലത്തെയും അതുപോലെ അച്ചടക്ക ബോധത്തെയും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ ലഗ്നത്തിലെ ശനി എന്ന് പറയുന്നത്. 7.5 ആണ്ടൻ ശനി എന്നാണ് ഇതിനെ പറയുക. എങ്കിലും അത് കൊണ്ട് പല ഗുണങ്ങളും കൂടെ ഉണ്ട്. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും എങ്കിലും 5-ാം ഭാവത്തിലെ വ്യാഴവും സൂര്യനുമുണ്ട്. അത് പല തരത്തിലുള്ള ഗുണങ്ങൾ ഈ 7.5 ശനിയാണെങ്കിൽ പോലും ഉണ്ടാക്കുന്നുണ്ട്. സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾ, വിദ്യാഭ്യാസം, അതുപോലെ ഗവേഷണ രംഗത്ത്, IT മുതലായിട്ടുള്ള രംഗത്ത്, അധ്യാപനം, പ്രസംഗം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും കലാരംഗത്തിലും മീഡിയ മുതലായിട്ടുള്ളവർക്കും ഒക്കെ പല നേട്ടങ്ങളും ഈ മീനക്കൂറുകാർക്ക് ഉണ്ടാവുന്നതാണ്. 4-ാം ഭാവത്തിലാണ് ബുധൻ. അത് വക്രത്തിലാകുന്നതുകൊണ്ട് ഓഫീസിലോ അതുപോലെ താമസ സ്ഥലമോ ഒക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോയിൽ നിന്ന് മറ്റൊരു പോർട്ട്ഫോളിയോയിലേക്ക് മാറാനും ഒക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ പഴയ ചില ബന്ധങ്ങൾ പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ മറ്റ് ഗവേഷണം മുതലായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ ഒന്നിച്ചു ചേർന്ന് പോയ ആൾക്കാരും ഇടയ്ക്ക് വെച്ച് ബ്രേക്കായവരുമായിട്ട് കൂടുതൽ വീണ്ടും സന്ധി ചെയ്യാനും ഒന്നിച്ച് ജോലി ചെയ്യാനും ഒക്കെ സാധ്യതകളുണ്ട്. ജോലിയിലും ഒക്കെ അവരവരുടെ ആശയങ്ങളുമൊക്കെ അംഗീകാരം ഉണ്ടാകും. പുതിയ ചുമതലകളും ഒക്കെ അതോടൊപ്പം തന്നെ നമ്മളിലേക്ക് എത്തുന്നതായിട്ടും കാണാവുന്നതാണ്. പൊതുവെ സാമ്പത്തിക സ്ഥിതി മെച്ചം തന്നെയാണ്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാലമാണ്. അത് ഭാവിയിലേക്ക് മികച്ച നേട്ടമുണ്ടാക്കും. ആരോഗ്യപരമായിട്ട് മുട്ട്, കാല് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് കാലുവേദന മുതലായിട്ടുള്ള ഉണ്ടാവുക, ഉറക്കക്കുറവുണ്ടാവുക, ഇടത്തെ കാലിന് ഇടത്തെ കണ്ണിനും ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ലഘുവായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. കുടുംബാംഗങ്ങൾ പരസ്പരം സന്തോഷത്തോടു കൂടി വർത്തിക്കും. മക്കളിൽ നിന്നുള്ള സന്തോഷം കൊണ്ട് അഥവാ അവരുടെ നേട്ടങ്ങളെ കൊണ്ട് അഭിമാനിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. എല്ലാ പ്രധാന കാര്യങ്ങൾക്കും ചില തീരുമാനങ്ങൾ വൈകുന്നതായിട്ട് കാണാം. എന്നാലും ശുഭകർമ്മങ്ങളൊക്കെ നടക്കും. പ്രത്യേകിച്ച് ഒരു വിശേഷ ശുഭകർമ്മം ഗൃഹത്തിൽ നടക്കാൻ ഇപ്പോൾ സാധ്യത കാണുന്നുണ്ട്. ഇവരെ പരിഹാരമായിട്ട് ശനി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി സൂര്യനും ശനിക്കും പ്രദക്ഷിണം വയ്ക്കുക, യഥാശക്തി വഴിപാടുകളൊക്കെ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ആ മന്ത്രങ്ങൾ, ശനിയുടെയും ഒക്കെ മന്ത്രങ്ങൾ ജപിക്കുക, വിശേഷിച്ച് പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം നടത്തുക, അതുപോലെ തന്നെ പഠന സഹായങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതും അന്നദാനം നൽകുന്നതും ഒക്കെ വിശേഷ ഫലം നൽകുന്നതാണ്. നമസ്കാരം.